എൻ്റെ മക്കൾക്ക് ഗൾഫിൻ്റെ മിഠായി വേണമെന്നും പറഞ്ഞിട്ട് പോയതാട്ടോ. മാഹി ഹോസ്പിറ്റലിൻ്റെ നേരെ മുമ്പിലുണ്ട് എല്ലാവിധ ഗൾഫ് മിഠായി. മിഠായിന്ന് വെക്കേണ്ട നട്ട്സ് ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ മാരിബി നോമ്പ് തുറന്നിട്ട് നമ്മൾ പോയതാണ് കേട്ടോ. അവിടെ നല്ല അടിപൊളിയാണ്, പക്ഷെ നല്ല വിലയും ഉണ്ട് കേട്ടോ. എന്നാലും മക്കളൊരാഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ട് വെച്ചങ്ങ് കാച്ചി. കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ. ഒരു 2-3 തരം മിഠായി ഐറ്റംസും പിന്നെ ബിസ്ക്കറ്റ്, ഈത്തപ്പഴം, ജെല്ലി, ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം വാങ്ങി. വരുത്തിന് നമ്മൾ ആട്ടപ്പൊറോട്ട വാങ്ങിട്ടോ. ബീഫ് കറി ഞാൻ ആക്കിയിട്ടുണ്ടേനു നാസ്തക്ക്. വയ്യ നമ്മൾ നാസ്തെല്ലാം കഴിക്കൂട്ടോ. ഇവരിങ്ങനെ ഓരോന്ന് എടുത്ത് കാണിക്കുന്ന എത്ര മിഠായി എത്ര ചോക്ലേറ്റ് കിട്ടിയാലും മതിയാവില്ല. കുട്ടികൾ കണ്ടിട്ട് എല്ലാം കൂടി വാങ്ങണം എന്നുള്ളൊരവസ്ഥയിലാണ് അവർക്ക് കേട്ടോ. അത് വേണം, ഇത് വേണം, മറ്റത് വേണം, ഒന്നും തിരിയാത്ത കോലം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് പച്ചക്കറി വാങ്ങേണ്ടിയിട്ട് അഴിയൂരെത്തി. മാഹിന്ന് അഴിയൂരെത്തി. അങ്ങനെ ഇത് മാഹി അതിർത്തിയാണ് കേട്ടോ. അഴിയൂരിലേക്ക് കിടക്കുന്ന ആടെ അതിർത്തി, മാഹി അതിർത്തിയാണ്. അങ്ങനെ അവിടുന്ന് കുറച്ച് പച്ചക്കറി വാങ്ങി. അത് കഴിഞ്ഞിട്ട് ചാർട്ട് വേണം അവൾക്ക്, മാർക്കർ വേണം, ചെറുതിന് ബോൾ വേണം. അങ്ങനെ പല പല ആവശ്യങ്ങളാണ്, മക്കളെ ആവശ്യങ്ങളാണ് പല വിധം. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ എന്താക്കി, നേരെ വെച്ച് പിടിക്കുന്ന ആ വീട്ടിലോട്ട്. സമയം രാത്രി 9 മണിയായിട്ടുണ്ട് കേട്ടോ. ഇവരെയും കൊണ്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയില്ല. വീട്ടിലെത്തിയിട്ട് ഞാനൊന്ന് ചെക്ക് ചെയ്തതാണ് എന്തെല്ലാം ഐറ്റംസാണ് വാങ്ങിയത് എന്നുള്ളത്. എല്ലാം കുറേശ്ശെ കൂടുതലായി കഴിഞ്ഞാൽ ഇതെല്ലാം ഇപ്പം ഇന്ന് തന്നെ ഒറ്റയടിക്ക് തീർക്കുന്ന മക്കളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ ബീഫ് കറി വെച്ചിട്ട് പോയതാണ്. എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. അത് തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മണമെല്ലാം വരുന്നുണ്ട്. കൊതി മൂത്തിട്ട് ഞാൻ എന്താക്കി, വേഗത്തിൽ 2 ആട്ടപ്പൊറോട്ടയും അങ്ങ് പ്ലേറ്റിൽ അങ്ങ് ഇട്ടിട്ട് കുറച്ച് കറി അങ്ങ് ഒഴിച്ച് ചാമ്പട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുക്കുമ്പോഴത്തേക്ക് എൻ്റെ മക്കൾ പറഞ്ഞു ഞങ്ങൾക്കും വേണം, ഞങ്ങൾക്കും വേണം. ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം കഴിക്കട്ടെ, നിങ്ങൾ എടുത്ത് കഴിച്ചോളൂ. ഞാൻ കഴിക്കുന്നത് കണ്ട് കൊതി മൂത്ത് അവർ രണ്ടാളും എൻ്റെ ബയ്യെ തന്നെ വന്നട്ടാ. നല്ല വിശപ്പുണ്ടേനു. അങ്ങനെ ചെറുതിനും അങ്ങ് വായിൽ വെച്ച് കൊടുത്ത്. നമ്മളൊരു കുഞ്ഞി പൂച്ചയുണ്ട് കേട്ടോ, ടുട്ടുപൂച്ച ഉണ്ടേ ഇവിടെ. അപ്പോൾ പൂച്ചക്കും നമ്മൾ അങ്ങനെ കൊടുത്ത്. ഒരു ചുണ്ടടം പൂച്ച ഉണ്ട് ഇവിടെ. അത് ബയ്യെ കാണിച്ചു തരേ. ഇപ്പം വിശന്നിട്ടൊന്നും കാണിക്കാൻ കഴിയുന്നില്ലടേ. ആകെ ഇപ്പോൾ ആട്ടപ്പൊറോട്ടയാണ്. ആട്ടപ്പൊറോട്ടൻ്റെയും ബീഫിൻ്റെയും കൂടെ അങ്ങ് കൂടിയതാണ് കേട്ടോ. മക്കളെല്ലാം കണ്ണും പൂട്ടിയിട്ട് കഴിക്കുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം അവർക്ക് ആ കണ്ട മിഠായി എല്ലാം അകത്താക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്.